ഒളച്ചേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചതൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഓഹോ, അവൻ അത്രയ്ക്കായോ? സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ? എവിടെന്ന്? പിന്നെ എങ്ങനെ വശമായിട്ടാ? ഒപ്പി ഒളച്ച ഒളച്ചെങ്കിൽ ഒളച്ച നമുക്ക് എന്ത് സഹിക്കാം. പക്ഷേ മാണിക്യ വീണ മുതലാളയന്തിയും മദാലസ മഞ്ജുള വാക്യുലാസിൻ അത് സഹിക്കില്ല. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ മാണിക്യ വീണയാണെന്നും പറഞ്ഞു മരവീണ കാണിച്ച് മദാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് ഫ്രാഡ് പണി. എച്ചിത്തരവാ, എച്ചികളേത് ചെയ്യൂ. പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. എങ്ങനെ? അനുലൂട്ടി തിരിച്ചു അങ്ങോട്ട് ഫ്രാഡ് വേല കാണിക്കണം. അപ്പൊ ഞാനും ഒരു എച്ചി ആവൂലേ? ആണല്ലോ. അല്ല, ആവണമല്ലോ. എങ്കിലേ നമുക്കും നേടാൻ പറ്റും. ആദ്യം ആ ഫ്ലാറ്റ് കയ്യിൽ ഒതുക്കണം. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല. ഇല്ല. ആരുടെ ഈ ഫ്ലാറ്റ്? മേജർ ശ്രീകണ്ഠൻ നായർ, നമ്പർ 19 4th Avenue, ടി നഗർ, മദ്രാസ്, പിൻ 6017. മേജർ ശ്രീകണ്ഠൻ നായർ, 4th Avenue, നമ്പർ 19. കാശ് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ. ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ചീഫ് എഡിറ്ററിനേക്കാളും മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട്, ആൾ സ്വാധീനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ്. കാശൊരു പ്രശ്നമല്ല, സംഭവം നടന്നാൽ മതി. കാശ് പ്രശ്നമാണ്, സംഭവം നടക്കും. ഏറ്റല്ലോ. ഹലോ, ശ്യാമല്ലേ? ശത്രു സജീവമായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും. മനസ്സിലായി. ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യാനൊന്നുമില്ല. ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. വെക്കട്ടെ, ബായ്. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയണ്ണ. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാത്ത കാര്യം ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ. വെച്ചു. എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അണ്ണൻ പാരവയ്ക്കാൻ ഇറങ്ങിയിരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവനിപ്പം സ്ഥലം മാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു. അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗർ ആണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ? ഓ അണ്ണാ, മുമ്പ് കുഴികള്. ദിക്കമ്മായി അങ്ങോട്ട് പിടിച്ചേ. ഓ, എനിക്ക് വേണ്ടായിരുന്നു. ദിക്കമ്മായി ഇത് കുടിക്കണം. ഇത് മദ്യമല്ല, മരുന്നാണ്. അമ്മായി രാവിലെ എത്ര മണിക്ക് എണീറ്റ്? ഒരു 4 മണി. 9 o'clock. 9 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും ഉണരണ്ടേ? ഞാൻ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും. അതാണ് എന്റെ പതിവ്. ശരി, എന്നാലും അമ്മായി ഇപ്പൊ എഴുന്നേറ്റിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? അമ്മായിക്ക് ജീവിതത്തിൽ ഒരു വിശ്രമം എന്താണെന്ന് അറിയണ്ടേ? എന്ത് ചെയ്യാനാ കുട്ടി? നമ്മളൊരു ജോലി ഏറ്റെടുത്താ അത് ചെയ്യണ്ടേ? സി, മൈ ഹസ്ബൻഡ്, ഹി വാസ് an army man. I have that discipline. ഓക്കെ, എഗ്രി. എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായിയെ കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയുമോ? ആ കണ്ണിച്ചു പറയില്ലാത്തവൻ. ശരി, പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉലുവ. മഹാഭാവി. അടിമപ്പണി എന്നേ ഈ ലോകത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അലവലാതി. ഒന്ന് ആലോചിക്കുമ്പോ
കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ്. ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക, അതാണ് അവന് വളം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി ശമ്പളം ഞാൻ തരും, ഇതിന് ഇരട്ടി സ്നേഹം ഞാൻ തന്നേനെ. കൂടുതൽ സംസാരിച്ച എന്റെ മൂന്നൊക്കെ ധ്യാനം തരും. അമ്മായി ഒരിക്കലും പന്ന കഴിവറുടെ മോനെ, നീ എനിക്കൊരു പാരയും വാങ്ങിച്ചോണ്ട് ആളോടാ ബോംബെന്ന് വന്നിരിക്കുന്നത്. എന്തോന്ന് വാങ്ങിച്ചെന്നാ അളയാ, ഈ പുറപ്പെടുന്ന ധൃതിയിൽ അളയിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അതെ, വാങ്ങിക്കാനല്ല, അതിലും വലിയ ഒന്ന് കണക്ക് തരാനാ വന്നിരിക്കുന്നത്. നീ ഇനി ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വാങ്ങിക്കും. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലോടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു അല്ലടാ. നിന്നെ കൂടും കുടുക്കാൻ എടുക്കും. നീ ഒന്നുകൂടെ ആലോചിക്കണേ. പെട്ടിയെടുത്താൽ ആരാണ് പൊട്ടുന്ന സാധനം അടിച്ചു പൊട്ടിക്കും. ഇതെല്ലാം കെട്ടിപ്പറക്കെടുത്തോണ്ട് ഇവിടെ ഇപ്പൊ ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം. ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത്. അവസാന തീരുമാനമാണോ? നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാൽ ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ഇനി ഞാൻ എവിടെ പോകാൻ? ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല, പിന്നെ ശ്രീകണ്ഠൻ നായരോ? അല്ലേ, ആ ശ്രീകണ്ഠൻ നായർ അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue, ടി നഗർ. അല്ല, ശ്രീകണ്ഠൻ നായർ നീയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. പിന്നെ അല്ല, പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യാനേ നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ടറിയാ, വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ടെ. അതാണളിയാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ. അതാണളിയാ സ്നേഹം. വേണ്ടളിയാ, അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? ഞാനോ? അളിയന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ. പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ 1 2 കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ, കൊടലേ കൈ. അങ്ങനെയാണ് നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്കോച്ചിനകത്തുനിന്ന് ഒരു പെക്കിഞ്ഞെടുത്ത്. ഞാൻ കണ്ട്